Good evening, everyone. Today we are going to discuss the topic aims and objectives of RUSA. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ. ആ പേരിൽ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. രാഷ്ട്രീയ മീൻസ് നാഷണൽ, ഉച്ചതർ മീൻസ് ഹയർ, ആൻഡ് ശിക്ഷ മീൻസ് എഡ്യൂക്കേഷൻ. National higher education, and then Abhayan means mission. So it is a national higher education mission aimed at improving the quality of higher education in India. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആരംഭിച്ച ഒരു മിഷനാണ് റുസ അഥവാ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 2013. RUSA aims to transform India's higher education landscape, making it more inclusive, efficient and effective. അതായത് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് എലിജിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അതിന് ആവശ്യമുള്ള ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നതായിരുന്നു റുസയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള കോളേജുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കോളേജുകളിലൊക്കെ നാക്ക് വിസിറ്റ് നടത്താറുണ്ട് അല്ലേ. അപ്പോൾ നാക്ക് വിസിറ്റ് ചെയ്തിട്ട് ഓരോ കോളേജുകൾക്കും ഗ്രേഡ് ഇടും. അപ്പോൾ അത് പല കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഓരോ കോളേജുകൾക്ക് അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നാക്ക് ഗ്രേഡ് ഇടുന്നത്. അപ്പോൾ കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ, ക്യാമ്പസ്, പഠന നിലവാരം, അതേപോലെ അവിടെ കോളേജിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമുകൾ, ആൻഡ് ദെൻ ഗ്രാൻഡ് അനുവദിക്കുന്നുണ്ടോ സ്റ്റുഡൻസിന്, അതൊക്കെ എല്ലാം നോക്കിക്കൊണ്ടായിരിക്കും ഓരോ കോളേജുകൾക്ക് ഗ്രേഡ് ഇടുന്നത്. അങ്ങനെ ഗ്രേഡ് ഇട്ട് എലിജിബിൾ ആയിട്ടുള്ള കോളേജുകൾക്ക് അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് അതിനാവശ്യമുള്ള ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, ഇതായിരുന്നു റുസയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ എയിംസിലോട്ട് നോക്കാം. സോ ഫസ്റ്റ് വരുന്നത് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ റിസർച്ചുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ റിസർച്ചുകളുടെ ആ ഒരു നിലവാരം ഉയർത്തിക്കൊണ്ട് പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ട് ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. ആൻഡ് നെക്സ്റ്റ്, ഇൻക്രീസ് ആക്സസ് ആൻഡ് ഇക്വിറ്റി. അതായത് ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ ഓരോ സ്റ്റുഡൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഓരോ കാറ്റഗറീസ് ഉണ്ടാവില്ലേ, SC, ST, ബാക്ക്വേർഡ് കാറ്റഗറീസ്, മൈനോറിറ്റീസ്, അവർക്കൊക്കെ ആവശ്യമുള്ള തരത്തിൽ ഫണ്ടുകൾ അനുവദിക്കാനും അതേപോലെ തന്നെ ഓരോരുത്തരുടെ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, അതായിരുന്നു അതിൻ്റെ അടുത്ത ലക്ഷ്യം. ആൻഡ് നെക്സ്റ്റ്, എക്സ്പാൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്. പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു നിലവാരം ഉയർത്തിക്കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ് എക്സ്പാൻഡ് ചെയ്യുക എന്നതായിരുന്നു അതിൻ്റെ അടുത്ത ലക്ഷ്യം. നെക്സ്റ്റ്, എൻഹാൻസ് എക്സലൻസ് ആൻഡ് റെലവൻസ്. അതായത് ഹയർ എഡ്യൂക്കേഷന് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ എത്തിക്കുക, അതായത് അതിൻ്റെ നിലവാരം കൂട്ടുക, അഥവാ ടു അലൈൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ എ സൊസൈറ്റൽ നീഡ്സ്. ഒരു സൊസൈറ്റൽ നീഡ്സിനോട് ഹയർ എഡ്യൂക്കേഷന് അലൈൻ ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ മെയിൻ എയിംസ്. അപ്പോൾ നമുക്ക് പോയിന്റ്സുകൾ ഒന്നുകൂടി നോക്കാം. ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഇൻക്രീസ് ആക്സസ് ആൻഡ് ഇക്വിറ്റി, എക്സ്പാൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ് ആൻഡ് എൻഹാൻസ് എക്സലൻസ് ആൻഡ് റെലവൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സിലോട്ട് പോകാം. സോ ഫസ്റ്റ് വരുന്നത് ആക്സസ് ആൻഡ് ഇക്വിറ്റി ആണ്. Increase GER, which means gross enrollment ratio, to 30% by 2025. 2025 ആകുമ്പോഴത്തേക്കും GER, ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 30% ഉയർത്തുക എന്നതായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്,
improve access for marginalized group such that SC, ST, women and minorities. ഓരോ ഗ്രൂപ്പുകൾക്കും SC, ST, വിമൻ, മൈനോറിറ്റി അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റീസുകൾ ഇൻക്രീസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ആൻഡ് ദെൻ എൻഹാൻസ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ബാക്ക്വേർഡ് റീജിയനിലുള്ള സ്റ്റുഡൻസുകളുടെ പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്യുക, പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ആക്സസ് ആൻഡ് ഇക്വിറ്റിയിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ്. ആൻഡ് നെക്സ്റ്റ്, ക്വാളിറ്റി ആൻഡ് എക്സലൻസ്. ടു ഇംപ്രൂവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ആ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സുകൾ എളുപ്പമാക്കുക, അതിനെ ഇംപ്രൂവ് ചെയ്യുക, അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഒക്കെ നൽകി സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ആക്കി അതിൻ്റെ ഒരു പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യുക. നെക്സ്റ്റ്, എൻഹാൻസ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. അതായത് യൂണിവേഴ്സിറ്റികളിലൊക്കെ നടത്തുന്ന റിസർച്ചുകളും ആൻഡ് ഇന്നോവേഷൻസൊക്കെ സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. ടു ഡെവലപ്പ് വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ബേസ് അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് അതിനെ ഉയർന്നൊരു നിലവാരത്തിലേക്ക് എത്തിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ടു പ്രൊമോട്ട് അക്കാഡമിക് റിഫോംസുകളെ പ്രൊമോട്ട് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഗവർണൻസ് ആൻഡ് എഫിഷ്യൻസി ആണ്. അപ്പോൾ അതിൽ വരുന്നത് സ്ട്രെങ്തൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ടും അതിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടും. ആൻഡ് ടു എൻഹാൻസ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും എല്ലാം ഇൻക്രീസ് ചെയ്യാൻ അതിനെ സപ്പോർട്ട് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ഗവർണൻസ് ആൻഡ് എഫിഷ്യൻസിയിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ലാസ്റ്റ് വൺ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഓരോ കോളേജുകളും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ ആവശ്യമുള്ളതൊക്കെ നൽകാൻ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വരുത്തുവാനും വേണ്ടിയിട്ടായിരുന്നു ഇതിൻ്റെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. അപ്ഗ്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. അതായത് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അതിൻ്റെ ക്യാമ്പസുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുക. ആൻഡ് ടു ഡെവലപ്പ് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അൺഡിസേർവ്ഡ് ഏരിയാസ്. അതായത് കുറച്ചുകൂടി അൺഡിസേർവ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യുക. അതായിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ റുസ എന്നത് എന്തായിരുന്നു? ഇറ്റ് ഇസ് എ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ മിഷൻ ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ട് ആരംഭിച്ച ഒരു മിഷനാണ് റുസ, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ. ആൻഡ് ഇറ്റ് വാസ് established in the year 2013. Thank you.